ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും മറ്റൊരു പൊന്നോണത്തെ കൂടി വരവേൽക്കാൻ അത്തമെത്തി. മലയാളിക്ക് ഇനി ആഘോഷങ്ങളുടെ 10 ദിനങ്ങൾ. ആദ്യം പ്രധാന വാർത്തകൾ. പൊന്നോണത്തെ വരവേൽക്കാൻ പൂവിളികളുമായി അത്തമെത്തി. മലയാളിക്കിനി ആഘോഷങ്ങളുടെ 10 നാളുകൾ. അത്തം മുതൽ ചതയം വരെ മദ്യവിൽപ്പന നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച സംസ്ഥാന വ്യാപകമായി ബീവറേജ് ഔട്ട്ലെറ്റുകളിലേക്ക് മാർച്ച് നടത്തി. കോഴിക്കോട് കുടുംബശ്രീ ജില്ലാ മിഷന്റെ 17ാം വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കം. വാർത്തകൾ വിശദമായി. അത്തം മുതൽ ചതയം വരെ ബീവറേജ് വഴിയുള്ള മദ്യവിൽപ്പന നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച നേതൃത്വത്തിൽ മാർച്ച് നടത്തി. യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അത്തം മുതൽ ചതയം വരെ ബീവറേജസ് ഔട്ട്ലെറ്റ് വഴി മദ്യവിൽപ്പന നടത്തരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാന വ്യാപകമായി യുവമോർച്ച പ്രവർത്തകർ ബീവറേജസ് ഔട്ട്ലെറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. കോഴിക്കോട് പാമണി റോഡിലെ ബീവറേജസ് ഔട്ട്ലെറ്റിലേക്ക് നടത്തിയ മാർച്ച് യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് R മഞ്ജുനാഥ് അധ്യക്ഷനായിരുന്നു. TP ബബീഷ്, സുരേഷ് പ്രബീഷ് മാറാട്, സജീഷ് പുതുക്കുടി, CV ശ്രീധർമ്മൻ, B ദിബിൻ, ബബീഷ് കോട്ടൂളി, റെനീത് മാറാട്, സിനൂപ് രാജ് തുടങ്ങിയവർ മാർച്ചിൽ പങ്കെടുത്തു. ഏറ്റവും സൌമ്യനായ പോലീസ് ഓഫീസറായിരുന്നു പ്രഭാകരൻ നമ്പ്യാരെന്ന് ADGP N ശങ്കർ റെഡ്ഡി. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സംഘടിപ്പിച്ച മുൻ പോലീസ് ഓഫീസർ പ്രഭാകരൻ നമ്പ്യാർ അനുസ്മരണ സമ്മേളനം കോഴിക്കോട് അളകാപുരി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ADGP N ശങ്കർ റെഡ്ഡി പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രഭാകരൻ നമ്പ്യാർ ഏറ്റവും സൌമ്യനായ പോലീസ് ഓഫീസറാണെന്ന് ADGP N ശങ്കർ റെഡ്ഡി അനുസ്മരണ സമ്മേളനത്തിൽ പറഞ്ഞു. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് A വിശ്വനാഥകുറുപ്പ് അധ്യക്ഷനായിരുന്നു. സ്വാഗത സംഘം കൺവീനർ KM വേണുഗോപാലക്കുറുപ്പ്, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ PV നാരായണൻ, NS ബാബു, ലോഹിതാഷൻ CP എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. അവകാശ നിഷേധത്തിനെതിരെ വിശ്വകർമ്മജർ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണ്. പരമ്പരാഗത തൊഴിലാളികളായ വിശ്വകർമ്മജരുടെ തൊഴിൽ സംരക്ഷിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള വിശ്വകർമ്മ സഭ കലക്ടറേറ്റിന് മുന്നിൽ കൂട്ടധർണ നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് AV ഷൺമുഖൻ ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗത തൊഴിലാളികളായ വിശ്വകർമ്മജരുടെ തൊഴിൽ സംരക്ഷിക്കുക, നിർമ്മാണ മേഖലയിലെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കടന്നുകയറ്റം നിയന്ത്രിക്കുക, 60 വയസ്സ് പൂർത്തിയായ വിശ്വകർമ്മ തൊഴിലാളികൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിച്ച് ഉടൻ വിതരണം ചെയ്യുക, വിശ്വകർമ്മജരായ പരമ്പരാഗത തൊഴിലാളികളെ ESI പരിധിയിൽ ഉൾപ്പെടുത്തുക, സമുദായത്തിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉയർത്തിയാണ് വിശ്വകർമ്മജർ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നത്. അവകാശങ്ങളും ആനുകൂല്യങ്ങളും നിഷേധിക്കുന്നതിനെതിരെ കേരള വിശ്വകർമ്മ സഭ കളക്ടറേറ്റ് പടിക്കൽ കൂട്ടധർണ നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് AV ഷൺമുഖൻ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് MP സുധാകരൻ അധ്യക്ഷനായിരുന്നു. CPIM ജില്ലാ സെക്രട്ടറി മോഹനൻ മാസ്റ്റർ, DCC പ്രസിഡന്റ് KC അബു, CPI ജില്ലാ സെക്രട്ടറി KV ബാലൻ, BJP ജില്ലാ പ്രസിഡന്റ് P രഘുനാഥ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് റസാഖ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ബാബു, MK ജനാർദ്ദനൻ, PG ശ്യാമള, KP അപ്പുക്കുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ വിശ്വകർമ്മ സഭ താലൂക്ക്, വടകര താലൂക്ക്, കൊയിലാണ്ടി താലൂക്ക് ഇവിടെയൊക്കെ
പൊന്നോണത്തെ വരവേൽക്കാൻ അത്തമെത്തി. ഒപ്പം ആഘോഷങ്ങൾ അടക്കിവാഴുന്ന നഗരത്തിലെ പൂവിപണിയും സജീവമായി. 10 ദിവസത്തെ ഓണാഘോഷങ്ങൾക്കായി മറുനാടൻ കനിവു തേടി കാത്തിരിക്കുകയാണ് ഇന്ന് ഓരോ മലയാളിയും. ഒരു റിപ്പോർട്ട്. അത്തം മുതൽ 10 ദിനം വരെയുള്ള തിരുവോണം ആഘോഷിക്കാൻ മലയാള മണ്ണും മനസ്സും ഒരുങ്ങിക്കഴിഞ്ഞു. പൂക്കളുടെയും സദ്യയുടെയും സമ്പൽ സമൃദ്ധമായ ഓരോ പൊന്നോണങ്ങളും ആഘോഷങ്ങൾ അടക്കിവാഴുന്ന വിപണിക്ക് വഴിമാറിക്കൊണ്ടിരിക്കുന്നു. തുമ്പപ്പൂവും കാക്കപ്പൂവും വയൽപ്പൂവുമെല്ലാം മലയാളിയുടെ പൂക്കളങ്ങളിൽ നിന്ന് പടിയിറങ്ങിയിട്ട് നാളേറെയായി. പൂക്കളമൊരുക്കാനും സദ്യ ഉണ്ണാനും ഇത്തവണയും മലയാളി തമിഴ്നാട്ടിലെയും കർണാടകയിലെയും ചരക്ക് ലോറികൾ കാത്തിരിക്കുകയാണ്. സമൃദ്ധിയുടെ പൊന്നോണത്തെ അടുത്തറിയാൻ വരും തലമുറയ്ക്കിനി ഐതിഹ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരും. പണ്ട് കേരളം ഭരിച്ചിരുന്ന അസുരരാജാവായ മഹാബലി തന്റെ പ്രജകളെ കാണാനെത്തുന്നതാണ് ഓണക്കാലമെന്നതാണ് ഐതിഹ്യം. മുറ്റത്ത് ചാണകം മെഴുകി പൂക്കളമൊരുക്കിയാണ് ഓരോ മലയാളിയും മഹാബലിയെ വരവേൽക്കുന്നത്. തമിഴ്നാട്ടിലെ പൂക്കൃഷിയുടെ വിളവെടുപ്പ് നേരത്തെ ആയതിനാൽ വിപണിയിൽ പൂവില ഉയരാനാണ് സാധ്യത. തമിഴ്നാട്ടിലും കർണാടകയിലും ഉത്സവ സീസൺ ആയതിനാൽ പൂവരവ് കുറയാനും സാധ്യതയുണ്ട്. ചൈനയിൽ നിന്ന് റെഡിമെയ്ഡ് പ്ലാസ്റ്റിക് പൂക്കളം മുതൽ ഓണത്തപ്പൻ വരെ ഓണവിപണിയിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. ഓണം ആഘോഷിക്കാൻ പൂക്കൾ മുതൽ ഓണസദ്യ, പായസം, പച്ചക്കറി തുടങ്ങിയവയ്ക്കെല്ലാം മറുനാടൻ കനിവ് തേടി കാത്തിരിക്കുകയാണ് ഇന്ന് ഓരോ മലയാളിയും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോഴിക്കോട് ജില്ലാ ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ CITU ജില്ലാ ലോട്ടറി ഓഫീസ് മാർച്ച് നടത്തി. CITU സിറ്റി സെക്രട്ടറി CP സുലൈമാൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഓണം ബോണസ് 10,000 രൂപ നൽകുക, ജൂലൈ 10 നടത്തിയ സമരത്തിലെ കരാറുകൾ നടപ്പാക്കുക, മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഉറപ്പുപാലിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ജില്ലയിലെ ലോട്ടറി തൊഴിലാളികൾ ജില്ലാ ലോട്ടറി ഓഫീസ് മാർച്ച് നടത്തി. മാർച്ചിന് P. ദാസൻ, ബാലകൃഷ്ണൻ, വിൻസെന്റ്, അച്യുതൻ എന്നിവർ നേതൃത്വം നൽകി. മാർച്ച് CITU സിറ്റി സെക്രട്ടറി CP സുലൈമാൻ ഉദ്ഘാടനം ചെയ്തു. മാറിയെടുക്കുന്ന സർക്കാരുകൾ വരുമ്പോ ചില തീരുമാനങ്ങൾ നമ്മുടെ വളർച്ചയ്ക്ക് വിഘാതമാകാറുണ്ട്. അങ്ങനെ ഒരു തീരുമാനം ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് എടുത്തിട്ടുണ്ട്. യൂണിറ്റ് ജില്ലാ സെക്രട്ടറി PR സോമൻ സ്വാഗതവും ജില്ലാ പ്രസിഡന്റ് PK ശശി അധ്യക്ഷതയും വഹിച്ചു. PK ഹസൻ നന്ദി പറഞ്ഞു. കോഴിക്കോട് അബ്ദുൽ ഖാദർ ജന്മശതാബ്ദി പുരസ്കാരം ഗായകൻ G. വേണുഗോപാലിന് MT വാസുദേവൻ നായർ സമ്മാനിച്ചു. അബ്ദുൽ ഖാദറിനെ പോലെയുള്ള വലിയ കലാകാരന്മാരുടെ സംഭാവനകൾ വിസ്മരിക്കുന്നത് ദുരന്തമാണെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം പറഞ്ഞു. കലാകാരന്മാരുടെ സംഭാവനകൾ ഓർക്കാത്തത് വലിയ ദുരന്തമാണെന്ന് സാഹിത്യകാരൻ MT വാസുദേവൻ നായർ പറഞ്ഞു. കോഴിക്കോട് അബ്ദുൽ ഖാദർ ഫൌണ്ടേഷനും ഗസൽധാരയും സംയുക്തമായി സംഘടിപ്പിച്ച കോഴിക്കോട് അബ്ദുൽ ഖാദർ ജന്മശതാബ്ദി ആഘോഷത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് അബ്ദുൽ ഖാദറിനെയും അദ്ദേഹത്തിന്റെ ഗാനങ്ങളെയും മറക്കുമോയെന്ന് സംശയിക്കുന്ന കാലഘട്ടത്തിലാണ് ജന്മശതാബ്ദി ആഘോഷം നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. ക്രമത്തിൽ നമ്മൾ മറക്കുന്നുവോ എന്ന്, അദ്ദേഹത്തിന്റെ ഗാനങ്ങളെ മറക്കുന്നു എന്നുള്ളത് നമുക്ക് സംശയം തോന്നുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ പേര് ഇവിടെ ഇങ്ങനെ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചത്. കോഴിക്കോട് അബ്ദുൽ ഖാദർ പുരസ്കാരം G. വേണുഗോപാലിന് MT സമ്മാനിച്ചു. ടാഗോർ ഹാളിൽ നടന്ന ചടങ്ങിൽ MK രാഘവൻ MP അധ്യക്ഷനായി. ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ മുഖ്യാതിഥിയായി. പണ്ഡിറ്റ് രമേശ് നാരായണൻ, VR സുധീഷ്, വിൽസൺ സാമുവൽ, ചെലവൂർ വേണു, ദീദി ദാമോദരൻ, M. രഞ്ജിത്ത്, സലാം വെള്ളയിൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പഴയ ഗാനങ്ങൾ കോർത്തിണക്കി G. വേണുഗോപാൽ, സതീഷ് ബാബു, സുനിൽകുമാർ, കീർത്തന, മഴ, കാമില ഫൈസൽ തുടങ്ങിയവരുടെ ഗാനസന്ധ്യയും അരങ്ങേറി. വാർത്തകളിൽ ഒരിടവേള. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. മലബാറിന്റെ ആഘോഷങ്ങൾ ഞങ്ങളെക്കാൾ മറ്റാർക്കറിയാം. സിൽക്കി വെഡിങ്സ്, സ്വപ്നനഗരി, കോഴിക്കോട്.
ഖാദി ഓണമേള 2015 ഖാദിക്ക് 30% ഗവൺമെന്റ് റിബേറ്റ്. ഖാദി സിൽക്ക് കോട്ടൺ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം, കൂടാതെ ഖാദി തുണിത്തരങ്ങളുടെയും ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങളുടെയും നിരവധി സ്റ്റാളുകൾ. ഓരോ 1000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. ഒന്നാം സമ്മാനം 25 പവൻ സ്വർണം, രണ്ടാം സമ്മാനം സ്കൂട്ടർ 2 പേർക്ക്, മൂന്നാം സമ്മാനം സ്മാർട്ട് ഫോൺ 14 പേർക്ക്. ഖാദി ഗ്രാമോദ്യോഗ എംപോറിയം, മിഠായിത്തെരുവ്, കോഴിക്കോട്. കേരളത്തിലെ നമ്പർ 1 മൾട്ടി ബ്രാൻഡ് ഷോറൂം 3G മൊബൈൽ വേൾഡ് പെരിന്തൽമണ്ണ, മലപ്പുറം ആൻഡ് കോട്ടക്കൽ. വാർത്തകൾ തുടരുന്നു. സാക്ഷരതാ പ്രേരക്മാരുടെ ജോലി സ്ഥിരത ഉറപ്പുവരുത്തുക, മിനിമം വേതനം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തി ദേശീയ സാക്ഷരതാ പ്രവർത്തക യൂണിയൻ INTUC ധർണ സംഘടിപ്പിച്ചു. ജില്ലാ സാക്ഷരതാ മിഷൻ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി CV ജിനേഷ് ഉദ്ഘാടനം ചെയ്തു. സാക്ഷരതാ പ്രേരകന്മാരുടെ ജോലി സ്ഥിരത ഉറപ്പുവരുത്തുക, മിനിമം വേതനം നൽകുക, 10 വർഷമായി പഞ്ചായത്തുകളിൽ ദിവസവേതന ഹോണറേറിയം വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്നവരെ സ്ഥിരപ്പെടുത്തുന്നവരുടെ പട്ടികയിൽ പ്രേരകന്മാരെ ഉൾപ്പെടുത്തുക, പ്രേരകന്മാർക്ക് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരുടെ വേതനം, ESI, പങ്കാളിത്ത പെൻഷൻ തുടങ്ങിയവ നൽകുക, തുടർ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിക്കുക, പ്രേരകന്മാരെ തൊഴിൽ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ദേശീയ സാക്ഷരതാ പ്രവർത്തക യൂണിയൻ INTUC ജില്ലാ സാക്ഷരതാ മിഷൻ ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി CV ജിതേഷ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് C ഗോവിന്ദൻ അധ്യക്ഷനായിരുന്നു. യൂണിയൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ O മോഹൻദാസ്, യൂണിയൻ ജില്ലാ ട്രഷറർ രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. AC രവികുമാർ, സുബൈദ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രതിലോമകരമായ നിർദ്ദേശങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് മുൻകാല പ്രാബല്യത്തോടെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. CITU സംസ്ഥാന കമ്മിറ്റി അംഗം AK രമേശ് ഉദ്ഘാടനം ചെയ്തു. പ്രതിലോമകരമായ ശമ്പള കമ്മീഷൻ ശുപാർശകൾ തള്ളിക്കളയുക, 2014 ജൂലൈ 1 മുതൽ പ്രാബല്യം നൽകി ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക, തസ്തികകൾ തമ്മിലുള്ള ബന്ധവും തുല്യതയും പുനഃസ്ഥാപിക്കുക, തസ്തികകൾ വെട്ടിക്കുറയ്ക്കുന്ന സർക്കാർ നയം തിരുത്തുക, തുടർച്ച അനുമതി നൽകുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക, വർഗീയതയ്ക്കും ഫാസിസത്തിനുമെതിരെയുള്ള പോരാട്ടങ്ങൾ ശക്തിപ്പെടുത്തുക, വിലക്കയറ്റം തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തി. മാർച്ച് CITU സംസ്ഥാന കമ്മിറ്റി അംഗം AK രമേശ് ഉദ്ഘാടനം ചെയ്തു. C സുരേന്ദ്രൻ, A അജയ്കുമാർ, KM തോമസ്, PP സുധാകരൻ തുടങ്ങിയവർ മാർച്ചിൽ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ പെൻഷൻ ഭവനിൽ ബ്ലോക്ക് പ്രവർത്തക കൺവെൻഷൻ നടത്തി. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് P ബാലകൃഷ്ണൻ നായർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക, സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ സർവീസ് പെൻഷൻകാരെ ഉൾപ്പെടുത്താൻ സർക്കാരിനോട് ആവശ്യപ്പെടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ പെൻഷൻ ഭവനിൽ ബ്ലോക്ക് പ്രവർത്തക കൺവെൻഷൻ നടത്തി. കൺവെൻഷൻ പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് P ബാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. K അച്യുതൻ നായർ അധ്യക്ഷനായിരുന്നു. N ഭാസ്കരൻ, E ഗംഗാധരൻ നായർ, KP തോമസ്, KP ഹരിദാസ്, P പെരച്ചൻ, KM കുഞ്ഞിക്കോയ, S സാംബശിവൻ, VV രാഘവൻ, K കോയക്കുട്ടി, AV രവിരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. മുഴുവനായി നടപ്പിലാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ മുഴുവനായി നടപ്പിലാക്കിയാൽ മാത്രമേ സംഘടനയുടെ പ്രവർത്തനം നല്ല നിലയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. അത് അങ്ങനെ തന്നെ കൊണ്ടുപോകാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ഇനിയിപ്പോ കുറച്ച് കാര്യങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അതൊക്കെ തന്നെ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ മാറ്റിവെച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സജീവമായി മുന്നോട്ട് പോകാൻ കഴിയണം. അങ്ങനെയല്ലാതെ ഏതെങ്കിലും യൂണിറ്റിനെ ഒഴിവാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും ഒരു യൂണിറ്റിനെ കൂട്ടിച്ചേർത്തുകൊണ്ടോ ഒരു പ്രവർത്തനവും നടത്താൻ ഈ സംഘടന ഇന്ന് തീരുമാനിച്ചിട്ടില്ല. ക്ഷേത്ര ജീവനക്കാരുടെ വിവിധ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി ക്ഷേത്ര ജീവനക്കാർ ദേവസ്വം ബോർഡ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ CITU നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പരിപാടി CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ ഗ്രൂപ്പ് വഴക്കുകളുടെ ഇടയിൽപ്പെട്ട് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്ര ജീവനക്കാർ നട്ടം തിരിയാൻ തുടങ്ങിയിട്ട് 4 വർഷക്കാലമായി. ക്ഷേത്രങ്ങൾ നല്ല നിലയിൽ പ്രവർത്തിക്കണമെന്നോ ക്ഷേത്ര ജീവനക്കാർ സംതൃപ്തരായി ജോലി ചെയ്യണമെന്നോ ഉള്ള താൽപര്യം UDF സർക്കാരിന് ഇല്ലാത്തതാണ് ഈ ദുഃഖസ്ഥിതിക്ക് കാരണമെന്ന് മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ CITU ആരോപിച്ചു.
ക്ഷേത്ര ജീവനക്കാരുടെ ജീവൽ പ്രധാനമായ ആവശ്യങ്ങൾ നിവേദനങ്ങളായി നിരന്തരം സമർപ്പിക്കപ്പെട്ടിട്ടും ബോർഡ് പ്രസിഡന്റോ വകുപ്പ് മന്ത്രിയോ അനുകൂലമായ തീരുമാനം കൈക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിൽ സംഘടന ഉന്നയിച്ച ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനും അധികൃതരുടെ നിഷേധാത്മകമായ നിലപാടിനെതിരെയും ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോവുകയാണ് മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ. ഇതിന്റെ ഭാഗമായാണ് ക്ഷേത്ര ജീവനക്കാർ ദേവസ്വം ബോർഡ് ഓഫീസ് മാർച്ചും ധർണയും നടത്തിയത്. മാനേജ്മെന്റ് ഗ്രാന്റ് നൽകുന്നതിനുള്ള ക്ഷേത്രങ്ങളുടെ വരുമാന പരിധി 25 ലക്ഷമാക്കി ഉയർത്തുക, റേഷ്യോ 70% പുനഃസ്ഥാപിക്കുക, ഗ്രൂപ്പ് ദേവസ്വം എന്ന പേരിൽ ദേവസ്വം ബോർഡിന്റെ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയ അർഹതയുള്ള എല്ലാ ക്ഷേത്രങ്ങൾക്കും മാനേജ്മെന്റ് ഗ്രാന്റ് അനുവദിക്കുക, ക്ഷേത്ര ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം ലഭിക്കാൻ നടപടി സ്വീകരിക്കുക, കുടിശ്ശിക ശമ്പളം ഉടൻ വിതരണം ചെയ്യുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ പരിപാടി. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് VV ദക്ഷിണാമൂർത്തി അധ്യക്ഷനായിരുന്നു. AK പത്മനാഭൻ മാസ്റ്റർ, M വേണുഗോപാലൻ, K ഗോപാലൻ, K രവീന്ദ്രൻ, K പരമേശ്വരൻ തുടങ്ങിയവരും സംസാരിച്ചു. കാലിക്കറ്റ് സിറ്റി ജനതാ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പുതിയ ഓഫീസ് എരഞ്ഞിപ്പാലത്ത് ഓഗസ്റ്റ് 20-ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. ഒരു വർഷത്തോടടുക്കുന്ന സൊസൈറ്റിക്ക് ഇതിനോടകം തന്നെ 5 കോടിയിലേറെ സ്ഥിര നിക്ഷേപം സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാലിക്കറ്റ് സിറ്റി ജനതാ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ട് 11 മാസക്കാലമായിരിക്കുന്നു. ഒരു വർഷം തികയുന്നതിനു മുൻപ് തന്നെ 1/2 കോടിയിലധികം രൂപയുടെ ഓഹരി മൂലധനവും 5 കോടിയിലേറെ സ്ഥിര നിക്ഷേപവും സമാഹരിച്ചു കഴിഞ്ഞ സൊസൈറ്റി അസംഖ്യം മറ്റ് നിക്ഷേപ പദ്ധതികൾ ആവിഷ്കരിച്ച് സഹകരണ രംഗത്ത് മുന്നേറ്റത്തിന്റെ പാതയിലാണ്. ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും സാമൂഹ്യ സേവന രംഗത്തും നിർണായകമായ ഒട്ടേറെ ചുവടുവയ്പുകൾ നടത്തി സഹകരണ രംഗത്തിന് തന്നെ മാതൃകയാവാൻ സൊസൈറ്റിക്ക് ഇതിനകം സാധിച്ചിട്ടുണ്ട്. നിലവിൽ 200ഓളം ക്യാൻസർ രോഗികൾക്ക് ഒരു മാസക്കാലം ആവശ്യമായ മരുന്നുകൾ സൌജന്യമായി വിതരണം ചെയ്യുന്ന ജനതാ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി വയോധികർക്ക് വീൽചെയറുകളും നിരാലംബരായ നിർധനർക്ക് ചികിത്സാ സഹായങ്ങളും നൽകുന്നുണ്ടെന്ന് സൊസൈറ്റി പ്രസിഡന്റ് KV സുബ്രഹ്മണ്യൻ പറഞ്ഞു. അത്യപൂർവമായ സഹായങ്ങളാണ് നല്ലവരായ ഇവിടുത്തെ നാട്ടുകാർ നമ്മളെ സഹായിക്കാനും സന്നദ്ധ കാണിച്ച ഒരുപാട് ആളുകളാണ്. ഞങ്ങൾ ഇനിയും കുറേ കൂടി നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് ആവേശം നൽകുന്നത് അവരുടെ തുറന്ന പിന്തുണയും സഹായവുമാണ്. ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 20-ാം തീയതി ഈ മാസം 20-ാം തീയതി വൈകുന്നേരം 6 മണിക്കാണ് ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവർ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. വികലാംഗക്ഷേമ പദ്ധതി, വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്, സ്ത്രീ ശാക്തീകരണ പദ്ധതി, മുതിർന്ന പൌരന്മാർക്കുള്ള ക്ഷേമ പദ്ധതി എന്നിവയ്ക്കെല്ലാം പുറമെ മരുന്നുകൾ ലാഭേച്ഛയില്ലാതെ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കുന്ന നീതി മെഡിക്കൽ സ്റ്റോറുകളും നീതി മെഡിക്കൽ ലാബും മെഡിക്കൽ കോളേജ് പരിസരത്ത് ആരംഭിക്കാനും ഭരണസമിതിക്ക് പദ്ധതിയുണ്ട്. നിരവധി പേരുടെ നിർലോഭവും ആത്മാർത്ഥവുമായ സഹകരണം കൊണ്ട് മാത്രമാണ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ മികവോടെ മുന്നോട്ടു പോകുന്നതെന്നും KV സുബ്രഹ്മണ്യൻ പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KST എംപ്ലോയീസ് സംഘ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ചും KSRTC സോണൽ ഓഫീസുകളിൽ ധർണയും സംഘടിപ്പിച്ചു. KSTS ജനറൽ സെക്രട്ടറി KC രമേശ് കോഴിക്കോട്ട് നടന്ന ധർണ ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് നയങ്ങൾ മൂലം തകർന്ന KSRTCയെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റാക്കി സംരക്ഷിക്കുക, 418 റൂട്ടുകളിൽ സ്വകാര്യ മേഖലയ്ക്ക് പെർമിറ്റ് നീട്ടി നൽകാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എടുത്ത തീരുമാനം പിൻവലിക്കുക, മുഴുവൻ എംപാനൽഡ് ജീവനക്കാരെയും സ്ഥിരപ്പെടുത്തുക, 41% DA കുടിശ്ശിക അനുവദിക്കുക, ഓണാനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക, KSRTCയിലെ ഷെഡ്യൂളുകൾ 10,000-ആയി വർദ്ധിപ്പിക്കുക, ശമ്പള പരിഷ്കരണ കരാർ പുതുക്കി നടപ്പാക്കാൻ ചർച്ച ഉടൻ ആരംഭിക്കുക, ഡ്രൈവർ മെക്കാനിക്കൽ വിഭാഗത്തിൽ നിന്നും ഈടാക്കുന്ന അനാവശ്യമായ കോസ്റ്റ് ഓഫ് ഡാമേജ് ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് KST എംപ്ലോയീസ് സംഘ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ചും KSRTC സോണൽ ഓഫീസുകളിൽ ധർണയും സംഘടിപ്പിച്ചു. സംസ്ഥാന ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി KC രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് A ശശിധരൻ അധ്യക്ഷനായിരുന്നു. K ബാബു, വിനയൻ KK, C ഗംഗാധരൻ, പ്രേമൻ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. വാർത്തകളിൽ ഒരിടവേള കൂടി. അതെ, നിങ്ങളുടെ എങ്ങോട്ടാ? ഫിനിഷിംഗ് പോയിന്റ് അവിടെയാ. എന്നാലേ ഞങ്ങളുടെ ഫിനിഷിംഗ് പോയിന്റ് അവിടെയാ. കല്യാൺ സിൽക്സിൽ. കല്യാൺ സിൽക്സ് ഓണോത്സവം 2015. ദിവസേന നേടൂ സ്കൂട്ടർ, TV, വാഷിംഗ് മെഷീൻ, AC, സ്മാർട്ട് ഫോൺ, ഗിഫ്റ്റ് വൗച്ചറുകൾ. ആഴ്ചതോറും നേടൂ കാർ. ബമ്പർ സമ്മാനം 101 പവൻ സ്വർണം. അങ്ങനെ 1.5 കോടി രൂപയുടെ സമ്മാനങ്ങൾ. ഓണക്കോടിയോടൊപ്പം 1.5 കോടിയും. കല്യാൺ സിൽക്സ്. When the eyes are set on
Don't settle for anything less. I'm not the star. She is. Mine bridal diamond jewelry from Malabar Gold and Diamonds. Be a star, nothing less. വാർത്തകൾ തുടരുന്നു. ലോക ഫോട്ടോഗ്രാഫി ദിനത്തിൽ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. കോഴിക്കോട് ടൌൺ ഹാളിൽ നടന്ന ചടങ്ങിന് ഫോട്ടോഗ്രാഫർ പുനലൂർ രാജൻ ഭദ്രദീപം തെളിയിച്ച് തുടക്കം കുറിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ലോക ഫോട്ടോഗ്രാഫി ദിനാഘോഷം നടത്തി. കോഴിക്കോട് ടൌൺ ഹാളിൽ പ്രശസ്ത ഫോട്ടോഗ്രാഫർ പുനലൂർ രാജൻ ഭദ്രദീപം കൊളുത്തി പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. സിപിഐഎം ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KV ത്രിപുദാസ് പുനലൂർ രാജനെ പൊന്നാടണിയിച്ച് ആദരിച്ചു. പരിപാടിയുടെ ഭാഗമായി നേത്രദാന സമ്മതപത്രം സ്വീകരിക്കലും ബോധവൽക്കരണ ക്ലാസും മൺമറഞ്ഞ സംഘടനാ നേതാക്കളെ അനുസ്മരിക്കുന്ന ചടങ്ങും നടന്നു. ജില്ലാ സെക്രട്ടറി JN രാഗം, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ K ജ്യോതിഷ് കുമാർ, P രമേശ്, ജില്ലാ വൈസ് പ്രസിഡന്റ് E വേലായുധൻ, PK ഗിരീഷ്, മുരളീധരൻ മംഗലോളി, KV സുനിൽകുമാർ, C വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് കുടുംബശ്രീ ജില്ലാ മിഷന്റെ 17ാം വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കം. ഭക്ഷ്യസുരക്ഷയും ഭക്ഷ്യസ്വാശ്രയത്വവും മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളാണ് കുടുംബശ്രീ ലക്ഷ്യമിട്ടിരിക്കുന്നത്. കോഴിക്കോട് കുടുംബശ്രീ ജില്ലാ മിഷന്റെ 17ാം വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കം. ഭക്ഷ്യസുരക്ഷയും ഭക്ഷ്യസ്വാശ്രയത്വവും മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളാണ് കുടുംബശ്രീ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജന ദൌത്യമെന്ന നിലയിൽ വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ മാതൃകാപരമായ ഒട്ടേറെ പദ്ധതികൾ രാജ്യത്തിനും ലോകത്തിനും സംഭാവന ചെയ്യാൻ കുടുംബശ്രീക്ക് കഴിഞ്ഞിട്ടുണ്ട്. ദേശീയവും അന്തർദേശീയവുമായ നിരവധി അവാർഡുകൾ ഇതിനോടകം കുടുംബശ്രീയെ തേടിയെത്തുകയുണ്ടായി. വാർഷികാഘോഷ പരിപാടിയിൽ കുടുംബശ്രീ അംഗങ്ങളുടെ കലാസാഹിത്യ മത്സരങ്ങൾ, കായിക മത്സരങ്ങൾ, തീമാറ്റിക് മത്സരങ്ങൾ, വടംവലി, ശിങ്കാരിമേളം തുടങ്ങിയ വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. നാഷണൽ സേവിംഗ്സ് ഏജൻസ് കൂട്ടായ്മയുടെ ഉദ്ഘാടനവും ഓണാഘോഷവും നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. സാഹിത്യകാരി P വത്സല പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. നാഷണൽ സേവിംഗ്സ് ഏജൻസിന്റെ കൂട്ടായ്മയും ഓണാഘോഷവും നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടന്നത്. സാഹിത്യകാരി P വത്സല ഉദ്ഘാടനം നിർവഹിച്ചു. സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെക്കാൾ തനിക്ക് ബഹുമാനം തോന്നുന്നത് നാഷണൽ സേവിംഗ്സ് ഏജൻസിനോടാണെന്ന് അവർ പറഞ്ഞു. അവരോട് തോന്നുന്നതിനേക്കാൾ എല്ലാം ഏറ്റവും മാനസികമായ അടുപ്പം മഹിളാ പ്രധാൻ എന്ന ഒരു ശീർഷകത്തിന്റെ കീഴെ ജോലി ചെയ്യുന്നവരോടാണ് എന്ന് നിങ്ങളോട് ഞാൻ ഹൃദയം തുറന്ന് പറയുകയാണ്. സ്വാഗത സംഘം ചെയർമാൻ AP ബാലരാജ് അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ വെച്ച് മുതിർന്ന ഏജന്റുമാരെ ആദരിച്ചു. നാഷണൽ സേവിംഗ്സ് ഡെപ്യൂട്ടി ഡയറക്ടർ KS അബ്ദുൽ നാസർ, മുഹമ്മദ് അഫ്സൽ മടത്തിൽ, സീനിയർ സൂപ്രണ്ട് ഓഫ് പോസ്റ്റ് ഓഫീസേഴ്സ് P ജയദേവൻ, റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ K മരക്കാർ, PK അൻസാരി, P രാധാകൃഷ്ണൻ, നാഷണൽ സേവിംഗ്സ് കൂട്ടായ്മ ട്രഷറർ K വിനയകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. K അനിത സ്വാഗതം പറഞ്ഞു. കാലത്തെ അതിജീവിക്കുന്ന കാർട്ടൂണുകൾ വരയ്ക്കുന്ന പൊളിറ്റിക്കൽ കാർട്ടൂണിസ്റ്റുകൾ കുറവാണെന്ന് കാർട്ടൂണിസ്റ്റ് ഗോപി കൃഷ്ണൻ. മലബാർ ക്രിസ്ത്യൻ കോളേജിൽ സംഘടിപ്പിച്ച കാർട്ടൂണുകളുടെ പ്രദർശനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലത്തെ അതിജീവിക്കുന്ന കാർട്ടൂണുകൾ വരയ്ക്കുന്ന പൊളിറ്റിക്കൽ കാർട്ടൂണിസ്റ്റുകൾ കുറവാണെന്ന് കാർട്ടൂണിസ്റ്റ് ഗോപി കൃഷ്ണൻ. എന്നാൽ സാമൂഹ്യ പ്രസക്തമായ വിഷയങ്ങൾ വരയിലൂടെ കാലത്തെ അതിജീവിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മലബാർ ക്രിസ്ത്യൻ കോളേജ് ജേർണലിസം ക്ലബ്ബ് സംഘടിപ്പിച്ച കാർട്ടൂണിസ്റ്റ് രജീന്ദ്രകുമാറിന്റെ 100ഓളം കാർട്ടൂണുകളുടെ പ്രദർശനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗോപി കൃഷ്ണൻ. ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ പാവമണി മേരി ഗ്ലാഡിസ് അധ്യക്ഷം വഹിച്ചു. പ്രൊഫസർ MC വസിഷ്ഠ്, ഡോക്ടർ KT തോമസ്, അശ്വിൻ RM എന്നിവർ സംസാരിച്ചു. നിലവിളക്കിന്റെ മതവും രാഷ്ട്രീയവും എന്ന വിഷയത്തിൽ സോളിഡാരിറ്റി ചർച്ച സംഘടിപ്പിച്ചു. ഡോക്ടർ PK പോക്കർ ഉദ്ഘാടനം ചെയ്തു. ഏകശിലാ സംസ്കാരം അടിച്ചേൽപ്പിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് അദ്ദേഹം ചർച്ചയിൽ പറഞ്ഞു.
വ്യത്യസ്ത ജനവിഭാഗങ്ങളും വൈവിധ്യമാർന്ന സംസ്കാരങ്ങളും നിലനിൽക്കുന്ന ഇന്ത്യയിൽ ഏകശിലാ സംസ്കാരം അടിച്ചേൽപ്പിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് ഡോക്ടർ പി കെ പോക്കർ പറഞ്ഞു. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് നിലവിളക്കിന്റെ മതവും രാഷ്ട്രീയവും എന്ന വിഷയത്തിൽ കോഴിക്കോട് ടൗൺഹാളിൽ സംഘടിപ്പിച്ച തുറന്ന ചർച്ച ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിളക്ക് കത്തിക്കാത്തവരെ നാടുകടത്തണമെന്ന ആഹ്വാനമുണ്ടായാൽ അതിൽ അത്ഭുതപ്പെടേണ്ടി വരില്ല. അത്തരം സ്ഥിതിവിശേഷത്തിലേക്കാണ് രാജ്യം പോകുന്നത്. ഏകശിലാ സംസ്കാരത്തെ സ്വീകരിക്കാത്തവർ ദേശവിരുദ്ധരാണെന്ന പ്രസ്താവനകൾ അപകടകരമാണ്. അമേരിക്ക ഉൾപ്പെടെയുള്ള നാടുകളിൽ ഏകശിലാത്മകത അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ പ്രസിദ്ധീകരണങ്ങളും പ്രഭാഷണങ്ങളും വ്യാപകമാണ്. ജനാധിപത്യ വിരുദ്ധമായ കാലാവസ്ഥയാണ് ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സോളിഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് ടി ഷക്കീർ അധ്യക്ഷത വഹിച്ചു. ഫാസിസത്തിനെതിരായ പ്രതിരോധങ്ങൾ ദുർബലപ്പെടുത്തുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഉദ്ഘാടനം എങ്ങനെ നിർവഹിക്കപ്പെടണമെന്ന് ഭരണഘടന പരാമർശിക്കുന്നില്ലെന്നു തന്നെ ജനാധിപത്യം രാജ്യത്തുണ്ടെന്നതിന്റെ തെളിവാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി, ദാമോദർ പ്രസാദ്, ഡോക്ടർ പ്രദീപൻ പാമ്പിരിക്കുന്ന്, ടി മുഹമ്മദ് വേളം എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സെക്രട്ടറി സമദ് കുന്നക്കാവ് സ്വാഗതവും ജില്ലാ പ്രസിഡന്റ് കെ സി അൻവർ നന്ദിയും പറഞ്ഞു. 3 മക്കളോടൊപ്പം യുവതി മരിക്കാനിടയായ സംഭവത്തിൽ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബാലുശ്ശേരി ഉണ്ണികുളം പഞ്ചായത്തിലെ വെള്ളിയോത്ത് തൊടിയിങ്ങൽ താമസിക്കുന്ന ഏലത്തൂർ തൈത്തോട്ടത്തിൽ ഷിഹാബാണ് അറസ്റ്റിലായത്. ഉമ്മയും 3 മക്കളും വീടിനുള്ളിൽ കത്തിമരിച്ച സംഭവത്തിലാണ് ഉണ്ണികുളം പഞ്ചായത്ത് വള്ളിയോത്ത് തൊടിയങ്ങൽ താമസിക്കുന്ന ഏലത്തൂർ തൈത്തോട്ടത്തിൽ ഷിഹാബ് അറസ്റ്റിലായത്. ഇയാളുടെ ഭാര്യ നസീല, മക്കളായ ഫാത്തിമ ഹെന്ന, ഇരട്ടകളായ നഷ്വ, തഷ്വ എന്നിവരെയാണ് ഓഗസ്റ്റ് 2 പുലർച്ചെ വീടിനുള്ളിൽ കത്തിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉമ്മയും 3 മക്കളും വീടിനുള്ളിൽ കത്തിമരിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. സിഐ കെ വിനോദനാണ് ഷിഹാബിനെ അറസ്റ്റ് ചെയ്തത്. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ. കോഴിക്കോട് വികസന അതോറിറ്റിയുടെ സഹകരണത്തോടെ കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് അവതരിപ്പിക്കുന്ന MT ചിത്രം ചരിത്രം ഫോട്ടോ പ്രദർശനം ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലളിതകല അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ നടക്കും. ചലച്ചിത്ര ഛായാഗ്രാഹകൻ വേണു ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത ഫോട്ടോഗ്രാഫർമാരായ പുനലൂർ രാജൻ, പി മുസ്തഫ, ബി ജയചന്ദ്രൻ, KR വിനയൻ, റസാഖ് കോട്ടയ്ക്കൽ, അജീബ് കോമാച്ചി എന്നിവർ പകർത്തിയ MTയുടെ 100ഓളം ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. കൊയിലാണ്ടി നഗരത്തിൽ ലഹരിവേട്ട. പഴയ മാർക്കറ്റ് റോഡിലെ തസ്ലി സ്റ്റോറിൽ നിന്നാണ് നിരോധിത ലഹരി വസ്തുവായ ഹാൻസ്, പാൻപരാഗ്, കൂൾ എന്നിവ പിടികൂടിയത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരാണ് ലഹരി വിൽപ്പന പിടികൂടിയത്. ലഹരി വസ്തുക്കൾ പേപ്പറിൽ പൊതിഞ്ഞ് 4 എണ്ണത്തിന് 100 രൂപയ്ക്ക് വിൽപ്പന നടത്തുന്നതിനിടയിലാണ് കടയുടമ സാഹിറ മനസിൽ KJ ഹാരിസിനെ കസ്റ്റഡിയിലെടുത്തത്. കട അടച്ച് സീൽ ചെയ്തു. നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ മോഹന്റെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടത്തിയത്. സമീപവാസിയെ തോക്കു ചൂണ്ടി അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്ന പരാതി പ്രകാരം വിമുക്തപ്പെടാൻ കരുവണ്ണൂർ സ്വദേശി തയ്യിൽ അപ്പുകുട്ടി നായരെ പേരാമ്പ്ര പോലീസ് അറസ്റ്റ് ചെയ്തു. 2 തിരയും ലൈസൻസ് ഇല്ലാത്ത തോക്കും ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു. ദീർഘനാളായി സമീപത്തെ വീട്ടുകാരുമായുള്ള സ്വത്ത് തർക്കമാണ് സംഭവത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. പ്രതിയെ പേരാമ്പ്ര കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്ന വിജയജ്യോതി പദ്ധതിക്ക് ബേപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി രജനി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് മുരളി ബേപ്പൂർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. DHM V അബ്ബാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ PJ ലൂസി, വാർഡ് മെമ്പർ ജലജ, സ്റ്റാഫ് സെക്രട്ടറി ഭാസ്കരൻ മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് മുസ്തഫ, ഹെഡ് മിസ്ട്രസ് V ജീജ, MPTA പ്രസിഡന്റ് രജിത, SRG കൺവീനർ സലോമി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൊന്നോണത്തെ വരവേൽക്കാൻ പൂവിളികളുമായി അത്തമെത്തി. മലയാളിക്കിനി ആഘോഷങ്ങളുടെ 10 നാളുകൾ. അത്തം മുതൽ ചതയം വരെ മദ്യവിൽപ്പന നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച സംസ്ഥാന വ്യാപകമായി ബീവറേജ് ഔട്ട്ലെറ്റുകളിലേക്ക് മാർച്ച് നടത്തി. കോഴിക്കോട് കുടുംബശ്രീ ജില്ലാ മിഷന്റെ 17ാം വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.